കോട്ടയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടുന്ന് ചങ്ങനാശ്ശേരി മുതൽ തുടങ്ങുന്ന വലിയ മാവേലിക്കര മണ്ഡലമുണ്ട്. വലിയ മണ്ഡലമാണ്. കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിന്റെ കൈയടക്കി വെച്ചിരിക്കുന്ന മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. അത് മാവേലിക്കര മണ്ഡലം. അതിനു മുമ്പ് അടൂര് 89 മുതൽ 10ാമത്തെ തവണയാണ് കൊടിക്കുന്നിൽ സുരേഷ് തുടർച്ചയായി 2 പ്രാവശ്യം ഇടയ്ക്ക് തോറ്റെങ്കിലും തുടർച്ചയായി ലോക്സഭയിലേക്ക് മത്സരിക്കും. തീർച്ചയായിട്ടും കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ച് പുതിയ മാവേലിക്കര മണ്ഡലം രൂപീകൃതമായത് തൊട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിനിടയ്ക്ക് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. ഇത്തവണ ഒരു യുവ നേതാവിനെ ഇറക്കി. CA അരുൺകുമാർ എന്ന അതുവരെ അത്ര മാവേലിക്കരയ്ക്ക് പുറത്ത് പ്രശസ്തനല്ലാത്ത യുവ നേതാവിനെ ഇറക്കി CPI തന്ത്രപൂർവ്വമുള്ള ഒരു ഫൈറ്റാണ് ഇത്തവണ നടത്തുന്നത്. യുവാവിന്റെ ഊർജവും പ്രസരിപ്പുമുള്ള നേതാവ് വെച്ച് താമസിപ്പിക്കേണ്ട. മാവേലിക്കരയുടെ മനസ്സിൽ ആര് വരട്ടെ? മാവേലിക്കരയില് എന്താണ് സംഭവിക്കുന്നത്? മാവേലിക്കരയിൽ ഇതാ ഇഞ്ചോടിഞ്ച് പോരാട്ടം. തുല്യം 41-41. അതായത് പരിണിതപ്രജ്ഞനായ കൊടിക്കുന്നിൽ സുരേഷിനെ പുതുക്കക്കാരനായ തുടക്കക്കാരനായ CA അരുൺകുമാർ ഇതാ ഒപ്പത്തിനൊപ്പം പിടിച്ചിരിക്കുന്നു. 41% വെച്ച് രണ്ടുപേർക്കും. ഒപ്പത്തിനൊപ്പം 41 BJP 16%. ബൈജു കലാശാല 16% വോട്ടുകൾ. കഴിഞ്ഞ നിയമസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി 16% വോട്ടുകൾ നേടുമെന്നുള്ളതാണ് പ്രൊജക്ഷൻ. അതായത് കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ തവണ 45-ന് മുകളിൽ ശതമാനം വോട്ടുകൾ നേടി. അത് കുറയുന്നു, 41-ലേക്ക് കുറയുന്നു എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷിന് സേഫ് അല്ല ഇക്കുറി.